എല്ലാം തന്നെ കിടക്കും എന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ കഴിയുന്നത് ആതിര. ശരി വിജിത, തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. മാർച്ച് മാസത്തെ തിയേറ്റർ കളക്ഷൻ റിപ്പോർട്ട് നിർമ്മാതാക്കൾ പുറത്തുവിട്ടു. തിയേറ്റർ ഷെയറും ബജറ്റ് കണക്കുമാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ പുറത്തുവിട്ടത്. പുറത്തിറങ്ങിയ 15 സിനിമകളിൽ ഭൂരിഭാഗവും നഷ്ടത്തിലെന്ന് കണക്കുകൾ. വിജിത, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ. അതിന് ഈ ഫെബ്രുവരി മാസത്തിലും ഇങ്ങനെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്ന ഒരു കാര്യം നിർമ്മാതാക്കൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാർച്ച് മാസത്തിലെയും കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. തിയേറ്റർ കളക്ഷൻ റിപ്പോർട്ടുകൾ മാത്രമാണ് ഇതിലുള്ളത്. എത്ര ക്യാഷ് പൈസ ലഭിക്കുന്നുണ്ട്, തിയേറ്ററുകളിൽ നിന്നും ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് നിർമ്മാതാക്കൾക്ക് ഇതിൽ നിന്നും എത്രത്തോളം പണം ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു കളക്ഷൻ റിപ്പോർട്ടിൽ വ്യക്തമായി കാണിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് താര സിനിമയായിട്ടുള്ള ഈ ഒരു എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് മാർച്ച് 27-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ഈ സിനിമയിൽ നിന്നും 5 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഏകദേശം 175 കോടി രൂപ മുടക്കി ചെയ്ത ചിത്രമാണ് ഈ പറയുന്ന എമ്പുരാൻ. എന്നാൽ അതിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് 24 കോടി 65 ലക്ഷം രൂപയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് അഭിലാഷം എന്ന് പറയുന്ന സിനിമ. 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അഭിലാഷം എന്ന സിനിമ 4 കോടി രൂപയോളം മുടക്കി ചെയ്ത ഒരു സിനിമയാണ്. എന്നാൽ ഈ സിനിമയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ഏകദേശം 15 ലക്ഷം രൂപയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ ഈ ഒരു പ്രളയശേഷം ഒരു ജലകന്യക എന്ന് പറയുന്ന ഒരു സിനിമ ഏകദേശം 15 ലക്ഷം രൂപ മുടക്കിയാണ് ഈ ഒരു സിനിമ ചെയ്തത്. എന്നാൽ ആ സിനിമയിൽ നിന്നും വെറും 64,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഔസേപ്പിന്റെ ഒസ്യത്ത് എന്ന് പറയുന്ന സിനിമ ഏകദേശം 4 കോടി മുടക്കി, 4 കോടിയേക്കാൾ കൂടുതൽ രൂപ മുടക്കി ചെയ്ത ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയിൽ നിന്നും 45,000 രൂപയാണ് തിരിച്ച് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുറത്തുവിട്ട എല്ലാ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് തിയേറ്റർ കളക്ഷൻ റിപ്പോർട്ട് മാത്രമാണ്. OTT അല്ലെങ്കിൽ സാറ്റലൈറ്റ് കണക്കുകളൊന്നും തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാക്കുന്നത് ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അതിൽ നിന്ന് ലഭിച്ച ഈ ഒരു കളക്ഷനാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഇനി ഇത് OTTയിലേക്ക് പോകുന്ന സമയത്ത് ഇതിൽ കൂടുതൽ എന്ത് ലഭിക്കും എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു നിർമ്മാതാക്കൾക്ക് ഇതിൽ നിന്നും നഷ്ടമാണ് ലഭിക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. 15 സിനിമയുടെ റിപ്പോർട്ടുകളാണ്, 15 സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ 14 സിനിമകളും ഏകദേശം നഷ്ടത്തിലാണ്, അല്ലെങ്കിൽ നഷ്ടമാണ് നിർമ്മാതാക്കൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിൽ ഈ ഒരു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മാത്രമാണ് ഏകദേശം ഈ ഒരു 5 ദിവസം കൊണ്ട് തന്നെ 24 കോടിയോളം രൂപ നേടിയെടുത്തത്. എന്തായാലും ഈ ഒരു മലയാള സിനിമ വ്യവസായ രംഗം കൂടിയാണ് സിനിമ എന്ന് പറയുന്നത്. ആ ഒരു വ്യവസായ രംഗം നഷ്ടത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഈ ഒരു കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിലൂടെ നിർമ്മാതാക്കളും വ്യക്തമാക്കുന്നത്. ആതിര.